പ്രിയപ്പെട്ടവരെല്ലാവർക്കും നമസ്കാരം. സമീപകാലത്ത് നടന്ന സർവേകളിൽ എല്ലാം തന്നെ ലബോറട്ടറികളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ എറേഴ്സ് സംഭവിക്കുന്നത് പ്രീ അനലിറ്റിക്കൽ ഫേസിലാണെന്നുള്ള കാര്യം വ്യക്തമാക്കുന്നുണ്ട്. അതായത് ലബോറട്ടറി ടെസ്റ്റ് ചെയ്യുന്നതിന് തൊട്ട മുമ്പായി നടക്കുന്ന പ്രവർത്തനങ്ങൾ, പേഷ്യൻസ് ലാബിലെത്തുന്നത് മുതൽ ഇൻസ്ട്രുമെൻ്റ് വരെയുള്ള സമയത്തിനിടയിൽ ഒരുപാട് തെറ്റുകൾ, എറേഴ്സ് ലബോറട്ടറികളിൽ നടക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പേഷ്യൻസിൻ്റെ ഐഡൻറ്റിഫിക്കേഷനുമായി ബന്ധപ്പെട്ട എറേഴ്സാണ്. ലബോറട്ടറി ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട് പേഷ്യൻ്റ് ഐഡൻറ്റിഫിക്കേഷൻ എന്നുള്ളത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. ISO 15189 2022 അതേപോലെ വിവിധ രാജ്യങ്ങളുടെ ലബോറട്ടറി ഓർഗനൈസേഷനിലും എന്തിന് ഇന്ത്യയിലെ NABL അടക്കം പേഷ്യൻ്റ് ഐഡൻറ്റിഫിക്കേഷൻ ഏറ്റവും സുതാര്യമായിട്ട്, ഏറ്റവും കർശനമായി, കൃത്യതയോടെ നടത്തേണ്ട ഒരു പ്രൊസീജിയറായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അതിന് കാരണം ലാബുകളിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിലൊക്കെ വരുന്ന ആളുകളുടെ പേരുകൾ പലപ്പോഴും ഒരേപോലെ ആയിരിക്കും. പേരുകൾ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ എഴുതിയെടുക്കുമ്പോൾ സംഭവിക്കുന്ന ഹ്യൂമൻ എറേഴ്സ് വേറെയും ലീഗൽ ലയബിലിറ്റീസും ഉണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെ പലപ്പോഴും പേഷ്യൻസിൻ്റെ പേര് മാറിപ്പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത് റിസൾട്ടിനെ ബാധിക്കുന്നുണ്ട്. ലാബുകളിൽ പൊതുവെ റിട്ടൺ, വെർബൽ ഓർ ഇലക്ട്രോണിക് മെത്തേഡ്സ് വഴിയാണ് പേഷ്യൻസ് ഐഡൻറ്റിഫിക്കേഷൻ നടത്തുന്നത്. അതിലേറ്റവും പ്രൈമറി ആയിട്ടുള്ള കാര്യം, ഒരു പേഷ്യൻറ്റിൻ്റെ 2 അതിലധികമോ നെയിം, അതും ലീഗൽ നെയിംസ്, പലപ്പോഴും പേഷ്യൻസിൻ്റെ സർനെയിംസ്, അതേപോലെ വീട്ടിൽ വിളിക്കുന്ന പേര്, ഇതൊക്കെ പലപ്പോഴും ലാബുകളിൽ വന്നിട്ട് പറയുന്ന പതിവുണ്ട്. അപ്പോൾ അതൊന്നും അല്ലാതെ അവരുടെ രജിസ്റ്റേർഡ് നെയിംസ് 2 അതിലധികമോ നിർബന്ധമായിട്ടും രജിസ്റ്ററിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതിനോടൊപ്പം അവരുടെ ഏജ്, അവരുടെ സെക്സ് എന്നിവ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ചില ഓർഗനൈസേഷൻസ് 2 നെയിമും അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും നിർബന്ധമായിട്ട് രേഖപ്പെടുത്തുന്നതായിട്ട് പറയുന്നുണ്ട്. NABL വന്നു കഴിഞ്ഞാൽ NABL 2 നെയിം നിർബന്ധമായിട്ടും ഡേറ്റ് ഓഫ് ബർത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അവരുടെ അഡ്രസ്സും രേഖപ്പെടുത്താൻ ആവശ്യപ്പെടുന്നുണ്ട്. പലപ്പോഴും നമുക്കറിയാം, ലാബിൽ വരുന്ന പേഷ്യൻസ് ചിലപ്പോൾ നോർമൽ ആയിരിക്കാം, ചിലപ്പോൾ അൺകോൺഷ്യസ് ആയിരിക്കാം, സൈക്കാട്രിക് പേഷ്യൻ്റ് ആയിരിക്കാം, ബൈസ്റ്റാൻഡർ കൊണ്ടുവരുന്ന പേഷ്യൻസ് ആയിരിക്കാം, നേഴ്സുമാർ അവരുടെ സബ്ബായിട്ട് കൊണ്ടുവരുന്ന പേഷ്യൻസ് ആയിരിക്കാം. ഒക്കെ വിവിധങ്ങളായ രൂപത്തിലുള്ള പേഷ്യൻസ് ലാബുകളിൽ എത്താറുണ്ട്. എല്ലാവരുടെയും പേര് വിവരങ്ങൾ നമ്മൾ ഒരേപോലെയല്ല രേഖപ്പെടുത്താറുള്ളത്. നോർമൽ പേഷ്യൻസ് ആണെങ്കിൽ നമ്മൾ അവരുടെ പ്രിസ്ക്രിപ്ഷൻ നോക്കി നിങ്ങളുടെ പേര് ഇതല്ലേ എന്ന് പറയുന്നതിന് പകരം എല്ലാ ഓർഗനൈസേഷൻസും കൃത്യമായി പറയുന്ന ഒരു കാര്യം, പേഷ്യൻസിനെ കൊണ്ട് അവരുടെ പേര് ഇങ്ങോട്ട് പറയിപ്പിക്കണം എന്നുള്ള വസ്തുതയാണ്. നിങ്ങളുടെ പേര് ഇന്നതല്ലേ എന്ന് അങ്ങോട്ട് ചോദിക്കുന്നതിന് പകരം നിങ്ങളുടെ പേരെന്താണ് എന്ന് ചോദിക്കുന്ന രീതിയാണ് പ്രൈമറി ആയിട്ട് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതേപോലെ തന്നെ അവരുടെ വയസ്സിൻ്റെ കാര്യത്തിലും അവരെ കൊണ്ട്, പേഷ്യൻസിനെ കൊണ്ട് ഇങ്ങോട്ട് പറയിപ്പിക്കുന്ന രീതിയാണ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ പ്രിസ്ക്രിപ്ഷൻ മാറി വരാം. അത് നേഴ്സാണ് കൊണ്ടുവരുന്നെങ്കിൽ പോലും, ബൈസ്റ്റാൻഡറാണ് കൊണ്ടുവരുന്നെങ്കിൽ പോലും പലപ്പോഴും പ്രിസ്ക്രിപ്ഷൻ മാറി ടെക്നീഷ്യൻ അല്ലെങ്കിൽ ലാബിൽ കിട്ടുന്ന പതിവാണ്. അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഒരു സോഴ്സ് എടുക്കുന്നതിന് പകരം ഡിഫറൻ്റ് ആയിട്ടുള്ള സോഴ്സുകൾ ഉപയോഗപ്പെടുത്തി ക്രോസ് വാലിഡേഷൻ നടത്തേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം, പലപ്പോഴും ഡോക്ടർമാർ തന്നെ പ്രിസ്ക്രിപ്ഷൻ മാറി കൊടുക്കാറുണ്ട്, നേഴ്സുമാർ മാറി പ്രിസ്ക്രിപ്ഷൻ എടുത്തുകൊണ്ട് വരാറുണ്ട്, അതേപോലെ തന്നെ ബൈസ്റ്റാൻഡർ മാറി പ്രിസ്ക്രിപ്ഷൻ എടുത്തുകൊണ്ട് വരാറുണ്ട്. അതേപോലെ അൺനോൺ പേഷ്യൻസ്, പലപ്പോഴും ചില ആക്സിഡൻസ്, ചില പെട്ടെന്നുണ്ടാവുന്ന അൺകോൺഷ്യസ്നെസ് ഒക്കെ ഉണ്ടാകുമ്പോൾ പേഷ്യൻസിനെ ആരെങ്കിലും എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്കും ലാബിലേക്കും കൊണ്ടുവരുന്ന പതിവുണ്ട്. അപ്പോൾ പേഷ്യൻസിൻ്റെ പേരെന്ത്, അവർ ഇന്ന ഏജുകാരാണെന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ ടെമ്പററി ആയിട്ടുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഒക്കെ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് ഹോസ്പിറ്റൽ ടെമ്പററി ഐഡൻറ്റിഫിക്കേഷൻ കാർഡ്, മറ്റ് ടെമ്പററി ആയിട്ടുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷൻ മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് അവരെ തിരിച്ചറിയുന്ന രീതി നമുക്കവിടെ എടുക്കേണ്ടി വരും. പേഷ്യൻ്റ് ഐഡൻറ്റിഫിക്കേഷന് മിക്കവാറും എല്ലാ സംഘടനകളും പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2 പേര്, ഏജ്, സെക്സ്, അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഹോസ്പിറ്റലാണെങ്കിൽ ഹോസ്പിറ്റൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്നിവ ക്രോസ് വാലിഡേറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പേഷ്യൻ്റ് ഐഡൻറ്റിഫിക്കേഷൻ ആണ് എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ട്
പേഷ്യൻ്റെ പേരും നമ്മൾ എടുത്തിരിക്കുന്ന സാമ്പിളും തമ്മിൽ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സാമ്പിൾ റിജക്റ്റ് ചെയ്ത് രണ്ടാമതൊരു സാമ്പിൾ എടുക്കുക അല്ലാതെ മറ്റൊരു ഓപ്ഷനേ അവിടെ ഇല്ല. പേഷ്യൻസിൻ്റെ ഫോൺ നമ്പറും നമുക്കൊരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്കായിട്ട് എടുക്കാവുന്ന ഒരു കാര്യമാണ്. പീഡിയാട്രിക് കേസിലും എൽഡർ പേഷ്യൻസിൻ്റെ കേസിലും അവരുടെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ഒരു പേര് മനസ്സിലാക്കുന്നതിന് മൾട്ടി ആയിട്ടുള്ള ഓപ്ഷൻ സ്വീകരിക്കുന്നത് നല്ലതാണ്.